ടോൾ വിലക്ക് തുടരും എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നത്. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. പ്രശ്നം പരിഹരിച്ചു NHA പറയുന്നു. എന്തുകൊണ്ട് തകർന്നു കോടതി ചോദിക്കുന്നു. ആഴത്തിൽ മണ്ണെടുത്തപ്പോഴാണ് തകർന്നതെന്നാണ് മറുപടി. ടോൾ വിലക്ക് നീക്കിയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് ഇരുന്നത്. എന്നാൽ മുരിങ്ങൂരിലെ റോഡ് തകർച്ച നിലവിൽ ഉത്തരവിടുന്നില്ല എന്ന് കോടതി പറയുകയാണ്. കളക്ടർ റിപ്പോർട്ട് കിട്ടിയ ശേഷം മറ്റന്നാൾ പരിഗണിക്കാം എന്ന വാർത്ത വരുന്നു. അത് സൂപ്പർ ബ്രേക്കിംഗ് വാർത്തയാണെന്ന് പറയേണ്ടി വരും. മുരിങ്ങൂർ സർവീസ് റോഡ് തകർന്നിട്ടുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. ഇന്നലെയാണ് തകർന്നത് എന്ന് ജില്ലാ കളക്ടർ മറുപടി പറയുന്നു. എന്നാൽ പിന്നെ അതോടെ ശരിയാക്കിയിട്ട് നമുക്ക് ടോൾ പിരിക്കാം എന്ന് കോടതി പലയാവർ നേരത്തെ ഈ പറയുന്ന ഇന്നിപ്പോൾ പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ പറഞ്ഞുവിട്ട ജീവനക്കാരെ അല്ലെങ്കിൽ താൽക്കാലികമായി മാറി നിൽക്കാൻ പറഞ്ഞ ജീവനക്കാരെ തിരികെ കൊണ്ടുവന്ന് അവിടുത്തെ യന്ത്ര സംവിധാനമൊക്കെ പൂർത്തിയാക്കി വീണ്ടും പിരിവിന് വേണ്ടി കാത്തിരുന്ന ഈ NHAയ്ക്കും കരാർ കമ്പനിക്കും വലിയ ആഘാതം നൽകിക്കൊണ്ട് കോടതി പറയുകയാണ്, നിങ്ങൾ പോയി എന്താണ് ഈ പറയുന്ന റോഡ്, ഏത് റോഡ്, മുരിങ്ങൂരിലെ റോഡ് തകർന്നത് അതോടെ ശരിയാക്കി കിട്ടുക, അത് കഴിഞ്ഞ് നമുക്ക് പിരിക്കാം എന്ന് കോടതി പറയുകയാണ്. ഇന്നിപ്പോൾ ഉത്തരവിടുന്നില്ലെന്നും പറയുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളും ചേർന്നു. വിഷ്ണു, ഇക്കാര്യത്തിൽ കോടതി എടുക്കുന്ന കണിശമായ നിലപാട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കാത്ത കണിശമായ നിലപാട് ജനത്തിനു വേണ്ടി കോടതി നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ച ആ റോഡ് നന്നായി എന്ന് പറഞ്ഞാൽ ആ റോഡുകൾ ഇടവഴികൾ നന്നാക്കാൻ പറഞ്ഞാൽ പൂർണ്ണമായി നന്നാക്കുക എന്നാണ് അർത്ഥം. അത് നന്നാക്കിയിട്ട് പിരിച്ചാൽ മതി എന്നല്ലേ കോടതി പറയുന്നത്? ആഷിഫ്, വളരെ കൃത്യമായ ഇടപെടലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഉണ്ടാകുന്നത്. അതായത് യാത്രക്കാർക്ക് സുഗമമായി ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ടോൾ പിരിക്കേണ്ട, ആ നിലപാട് തുടക്കം മുതൽ ആവർത്തിക്കുന്നു. ഇന്നും അത് തന്നെയാണ് കണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി തന്നെ വ്യക്തമാക്കിയത് തിങ്കളാഴ്ച ഈ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഏർപ്പെടുത്തിയ വിലക്ക് മാറ്റാം, കർശന ഉപാധികളോടെ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെയാണ് ഈ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ മുരിങ്ങൂർ ഭാഗത്ത് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിലവിൽ അവിടെ ചില ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചു. ആ പശ്ചാത്തലത്തിലാണ് അതും കൂടി പരിഹരിച്ച ശേഷം നമുക്ക് ഓർഡറിലേക്ക് കടക്കാം എന്ന നിലപാട് നിലവിൽ ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. ജില്ലാ കളക്ടറോട് ആ പ്രദേശത്ത് എത്തി അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പണി പൂർത്തിയാക്കിയ ശേഷം എന്താണ് നിങ്ങൾ സ്വീകരിച്ച നടപടി എന്ന് ജില്ലാ കളക്ടറെ അറിയിക്കാൻ ദേശീയപാത അതോറിറ്റിയോടും പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി വളരെ ശക്തമായി തന്നെ ടോൾ പിൻവലിക്കണം അല്ലെങ്കിൽ ടോൾ പിരിക്കാനുള്ള അനുവദിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടു. കാരണം നേരത്തെ കോടതി പറഞ്ഞ എല്ലാ വഴികളും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നു. 18 ഇടങ്ങളിലാണ് പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ആ 18 ഇടങ്ങളിലെയും പ്രതിസന്ധി ഏറെക്കുറെ പരിഹരിച്ചിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്ന പ്രശ്നത്തിന് തങ്ങളല്ല ഉത്തരവാദികൾ, അത് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നൊക്കെ NHA പറഞ്ഞെങ്കിലും നിലവിൽ അതുകൂടി പരിശോധിച്ച ശേഷം അതുകൂടി പരിഗണിച്ച ശേഷം നമുക്ക് ടോൾ പിരിക്കാം എന്ന നിലപാടാണ് കോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. ഡീപ്പ് എക്സവേഷൻ, അതായത് ആഴത്തിലുള്ള മണ്ണ് ഖനനം ചെയ്തതിലൂടെയാണ് ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതെന്നാണ് NHA അറിയിച്ചിട്ടുള്ളത്. അതിന് അത്യാധുനിക സാങ്കേതിക വിദ്യകളൊന്നുമില്ലേ എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അതുകൂടി പരിഹരിക്കട്ടെ. അതിനുശേഷം മറ്റന്നാൾ ഈ ഹർജി വീണ്ടും പരിഗണിക്കും. അപ്പോഴായിരിക്കും ഈ ടോൾ പിരിക്കാനുള്ള ഒരു ഉത്തരവിലേക്ക് ഹൈക്കോടതി പോകുക. അതും കർശന ഉപാധികളോടെ ആയിരിക്കും ആ ഉത്തരവ് ഉണ്ടാകുക. അത് ഈ മുരിങ്ങൂർ ഭാഗത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് ഈ വാർത്തയിലേക്ക് എന്തായാലും എത്താം. എന്തായാലും ഈ പറയുന്ന രീതിയിൽ മുരിങ്ങൂർ റോഡ് തകർന്നു, അത് ശരിയാക്കിയിട്ട് പോകാന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ടോൾ പിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉടായ്പ പണി ചെയ്യുമല്ലോ, തട്ടിക്കൂട്ട് പണി. ആ തട്ടിക്കൂട്ട് പണി വേണ്ട എന്നുകൂടി കോടതി പറയുകയാണ്. അതായത് ആ പറയുന്ന സ്ട്രെച്ചിൽ ഏത് സമയത്ത് എവിടെ റോഡ് തകർന്നാലും വീണ്ടും ഹർജിക്കാനും കോടതിയെ സമീപിക്കാനും ഈ ടോൾ നിർത്തിവെക്കാനുമുള്ള അധികാരം പരോക്ഷമായി നൽകുന്നുണ്ട് കോടതിയുടെ ഇന്നത്തെ ആ പരാമർശവും. ഇടക്കാല ഉത്തരവില്ല എന്ന നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.